പൊളിച്ചെറിഞ്ഞ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അണ്ടവിഹാരത്തിലേക്ക് പറന്നുയർന്ന ആ സുവർണ ദിവസമാണ് 1947 ഓഗസ്റ്റ് 15. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്തതിന്റെ ആവേശകരമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ആഗസ്റ്റ് 15. ത്രിവർണ പതാക വാനിലുയർന്ന് പറക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം ഒരു ഭാരതീയനായി ജനിച്ചതിൽ. നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച നേതാക്കൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടാണ് നാം ഓരോ സ്വാതന്ത്ര്യദിനവും ആഘോഷിക്കുന്നത്. ഈ സുദിനത്തിൽ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ തങ്ങളുടെ ജീവൻ പോലും കളഞ്ഞ് പോരാടിയ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ആയിരക്കണക്കിന് നേതാക്കളെ നാം ആദരവോടെ ഓർക്കേണ്ടതുണ്ട്. ആയുധമില്ലാതെ അഹിംസയും സത്യാഗ്രഹവും ആയുധമാക്കി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയെ ചെറുത്തു തോൽപ്പിച്ച ബാപ്പുജിയുടെ വഴി ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയാണ്. സ്വാതന്ത്ര്യം എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയി എന്ന് മാത്രമല്ല, നമ്മുടെ അവകാശങ്ങൾ ഉറപ്പാക്കുകയും ഓരോ പൗരനും തുല്യതയും നീതിയും ഉറപ്പാക്കപ്പെടുമ്പോഴും കൂടിയാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാവുന്നത്. സ്വാതന്ത്ര്യം കിട്ടി ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും വിദ്യാഭ്യാസത്തിലും ബഹിരാകാശ ഗവേഷണങ്ങളിലും നമ്മുടെ രാജ്യം വൻ കുതിച്ചുചാട്ടം തന്നെ നടത്തി. പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മുടെ ചുമതല കഴിയുന്നില്ല. ഇന്നത്തെ കുട്ടികളായ നാമാണ് നാളത്തെ ഭാരതത്തിന്റെ ശില്പികൾ. ഈ അവസരത്തിൽ ഗാന്ധിജിയുടെ വാക്കുകൾ എന്റെ ചെവിയിൽ മുഴങ്ങുകയാണ്. ഏതൊരു ഇന്ത്യക്കാരനും തന്റെ രാജ്യം എന്ന് പറയുന്നത് മാതൃരാജ്യമായിരിക്കണം. അത്തരം ഒരു ഇന്ത്യക്ക് വേണ്ടിയായിരിക്കണം നാം പ്രവർത്തിക്കേണ്ടത്. അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ല. സ്ത്രീയെ പുരുഷനോടൊപ്പം തന്നെ ആദരിക്കണം. ലഹരി പദാർത്ഥങ്ങളുടെ പാപഭാരം ചുമക്കേണ്ടി വരില്ല. ഇതാണ് എന്റെ സ്വപ്നത്തിലെ ഇന്ത്യ. ഗാന്ധിജിയുടെ വാക്കുകൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. നന്ദി.